ഹായ് ഗൈസ്, വി വി ടോക്സിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരടുത്ത് ഒരു ചെറിയ അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾക്ക് ഈ റിവ്യൂ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. വെറും ഒരു 10-29 സബ്സ്ക്രൈബർ ഉള്ള ഒരു പാവപ്പെട്ടവന്റെ രോദനമായിട്ട് കണ്ടാലും കുഴപ്പമില്ല. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. വാഴ 2 ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. വാഴ ഫസ്റ്റ് അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കണ്ടൊരു പടമാണ്. അതിലുള്ള മിക്കവരെയും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ട് പരിചയമുണ്ടായിരുന്നെങ്കിലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയി കണ്ടൊരു പടമാണ്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ് വാഴ ഫസ്റ്റ്. ബിപിൻ ദാസ് എന്ന് പറയുന്ന ഡയറക്ടറിന്റെ ആ ഒരു കഴിവ് അതിൽ പുള്ളി തെളിയിച്ചു. നല്ലൊരു ഇഷ്ടം. അത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള വിഷയങ്ങൾ, സ്കൂള് കാലഘട്ടം, ഫ്രണ്ട്ഷിപ്പ്, ലവ് സ്റ്റോറി, പിന്നെ അങ്ങനെയുള്ള വിഷയങ്ങൾ പൊതുവെ ഹിറ്റടിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എനിക്ക് പൊതുവെ പേഴ്സണലി ഇഷ്ടമുള്ള ഒരു ടൈപ്പ് മൂവീസാണ് അങ്ങനെയുള്ള. ഇപ്പൊ ഈ ഇടയ്ക്ക് തന്നെ തമിഴിൽ നിന്ന് യൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു പടം നന്നായിട്ട് വന്ന ഒരു പടമാണ്. അത് ഏകദേശം അതേ ടൈപ്പുകളാണ്. വാഴ ഫസ്റ്റ് നോക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം പിന്നെ ഇതുപോലെ തന്നെ ഫാമിലിയും ഫ്രണ്ട്ഷിപ്പ് എല്ലാത്തിനെ കുറിച്ചും പ്രതിപാദിച്ച ഒരു പടം. അപ്പം അതിന്റെ വിജയത്തിന് ശേഷം അവര് അടുത്ത് ഹാഷിർ ആൻഡ് ടീമിനെ വച്ചുകൊണ്ട് വാഴ സെക്കൻഡ് വരാൻ പോവുകയാണ്. പ്രതീക്ഷയുള്ളൊരു പടമാണ്. ട്രെയിലർ ഇനി കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ, പ്രേമത്തിന് ശേഷമാണ് കുഴപ്പം തുടങ്ങിയത്. അവന്മാരെ കൂടെ ഉള്ള കൂട്ട് വേണ്ട, വേറെ വള്ളിയൊന്നും വരാതിരുന്ന പഴയ വൈകി തന്നെയാണെന്ന് തോന്നുന്നു. എല്ലാരും ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാരും ഉണ്ടല്ലോ. ഫസ്റ്റ് പോലെയൊക്കെ തന്നെയാണല്ലേ. അമീൻ ആൻഡ് ടീമും ഉണ്ടല്ലോ. ഫസ്റ്റ് പോലെ തന്നെ ഒരു സെന്റിമെന്റ് ടച്ചിലേക്ക് പോകുന്നുണ്ട്. ട്രെയിലർ കണ്ടിടത്തോളം വാഴ ഫസ്റ്റുമായിട്ട് നല്ല സാമ്യം തോന്നുന്നുണ്ട്. കാരണം ഒരു ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, സെന്റിമെന്റൽ ഡ്രാമ എല്ലാം വരുന്നുണ്ട് ട്രെയിലറിൽ. അതാണ് മനസ്സിലായിട്ടുള്ളത്. ഇനി ബാക്കി പടം ഇറങ്ങുമ്പം മനസ്സിലാവും. ഇതിലെ ഡയറക്ടർ വന്നിട്ട് സാവിൻ എസ് ആണ്. ബിപിൻ ദാസ് റൈറ്ററാണ്. വാഴയുടെ ഡയറക്ടറായിരുന്ന ബിപിൻ ദാസ് ഇതിൽ റൈറ്ററാണ്. ബാക്കി എല്ലാം പഴയ ടീമാണ്. മ്യൂസിക് ഒക്കെ വന്നിട്ട് അങ്കിത് മേനോൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ടീം, അവരൊക്കെ തന്നെയായിരുന്നു വാഴ ഫസ്റ്റിൽ കൊണ്ടുവരുന്നത്. ട്രെയിലർ കട്ട് ചെയ്തിരിക്കുന്ന ലിൻഡോ കുര്യനാണ്. പുള്ളിയെ കുറിച്ച് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മാഷപ്പുകളുടെ കിങ് ആയിട്ടുള്ള ലിൻഡോ കുര്യൻ. ട്രെയിലറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരുവിധം നല്ല പ്രതീക്ഷ തരുന്നുണ്ട്. ഇനി ഏപ്രിൽ 2 പടം ഇറങ്ങിയതിന് ശേഷം നമുക്ക് മനസ്സിലാവും പടം ഏത് റേഞ്ചിലേക്ക് പോകുന്നത്. വേറെ പടങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. മലയാളത്തിലില്ല. മലയാളത്തിലെ ദൃശ്യം ഉണ്ടായിരുന്നത് പിന്നീട് അത് മാറ്റി വെച്ചു. പിന്നെ വേറെ അന്യഭാഷ ചിത്രങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്തായാലും ഏപ്രിൽ 2 മലയാളികൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് വാഴ 2 തന്നെയാണ്. അപ്പം അന്ന് ഇനി പടം ഇറങ്ങിയതിന് ശേഷം നമുക്ക് അറിയാം. നമ്മുടെ ഹാഷിറിനും ടീമിനും എല്ലാം വിജയാശംസകൾ നേരുന്നു. കാരണം ഇതിൽ ഒരുപാട് പേരെ കണ്ടു. മറ്റേ അമീൻ പുള്ളിയുടെ ടീമുണ്ട്. ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലുള്ള ഒരുപാട് പുതിയ ആൾക്കാരുടെ ഒക്കെ മുഖങ്ങൾ കണ്ടു. അപ്പൊ അവർക്കെല്ലാം വിജയാശംസകൾ നേരുന്നു. പുതിയ പുതിയ ആൾക്കാരിങ്ങനെ ഉണ്ടാവട്ടെ, അവർക്ക് വിജയം ഉണ്ടാവട്ടെ, വളർച്ച ഉണ്ടാവട്ടെ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളോടടുത്ത് ഒന്നേ പറയാനുള്ളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ആ സബ്സ്ക്രൈബും ആ ബെൽബട്ടനും ഒന്ന് അമർത്തണം. അത് മാത്രമേ ഉള്ളൂ. അപ്പം മറ്റൊരു റിവ്യൂവുമായി നിങ്ങളെ സന്ധിക്കും വരേക്കും
வணக்கம்.